നെക്സ്റ്റ് ചാപ്റ്റർ പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിലാണ്. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബിലിറ്റി ടു അണ്ടർഗോ ഡീഫർമേഷൻ വിത്തൗട്ട് ക്രാക്കിംഗ് ഓർ ഫ്രാക്ചറിങ്. അതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ക്ലേ എടുത്തിട്ട് അതിൽ വെള്ളം നനച്ചിട്ട് ഒരു പ്രത്യേക കൺസിസ്റ്റൻസി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മോൾഡ് പോലെ ഉണ്ടാക്കാം. ക്ലേ മോൾഡിങ് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ ഡീഫോർമേഷൻ വരാണ്ട് ക്രാക്കിംഗ് വരാണ്ട് അതിനെ ഡീഫോം ചെയ്യാൻ പറ്റുന്ന അബിലിറ്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് സോയിൽ, ഈ ഒരു പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്. ഈ ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫൈൻ ഗ്രെയിൻ സോയിലിൻ്റെ ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ടൈപ്പ് സോയിലുണ്ട്, ഫൈൻ ഗ്രെയിൻ സോയിലും കോസ് ഗ്രെയിൻ സോയിലും. ഈ കോസ് ഗ്രെയിൻ സോയിലിൻ്റെ മെയിനായിട്ടുള്ള ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫൈൻ ഗ്രെയിൻ സോയിലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി എന്ന് ഈ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് മെയിൻലി ക്ലേ മിനറൽസിലാണ് ഈ ഒരു പ്ലാസ്റ്റിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്ലേ മിനറൽസ് ഇത് ഉണ്ടാവാൻ കാരണം ക്ലേ പാർട്ടിക്കിൾസിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ക്ലേ പാർട്ടിക്കിൾസിലാണ് ഇതുണ്ടാകുന്നത്. ക്ലേ പാർട്ടിക്കിൾസിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ നമുക്കറിയാം, വാട്ടർ എന്ന് പറഞ്ഞാൽ ഡൈപോളറാണ്, അതായത് അതിന് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ ഈ ഒരു ക്ലേൻ്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യും. അബ്സോർബ്. അങ്ങനെ ഈ അബ്സോർബ്ഡ് വാട്ടറാണ് ഈ ഒരു ക്ലേക്ക് എന്ത് കൊടുക്കുന്നത്? പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഫൈനായിട്ടുള്ള പാർട്ടിക്കിളിനും എന്താ പറയുക, പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ കോഡ്സ് എന്ന് പറഞ്ഞത് നമുക്ക് വളരെ ഫൈനായിട്ട് എടുക്കാം, പക്ഷെ അതൊരിക്കലും പ്ലാസ്റ്റിസിറ്റി എക്സിബിറ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അത് ക്ലേ മിനറൽ ഇല്ല. ചാർജഡ് ആയിട്ടുള്ള ക്ലേ മിനറൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വെള്ളത്തിന് അബ്സോർബ് ചെയ്തിട്ട് ഈ ഒരു പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്ലേ എന്ന മിനറലിന് നമ്മൾ വാട്ടറായിട്ട് മിക്സ് ചെയ്യണം. അതായത് ഡൈപോളറായിട്ട് എന്തെങ്കിലും ഫ്ലൂയിഡായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഇതിപ്പോൾ കെറോസിൻ പോലുള്ള സാധനം കൊണ്ട് മിക്സ് ചെയ്താൽ നമുക്ക് പ്ലാസ്റ്റിസിറ്റി കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കെറോസിൻ എന്നൊക്കെ പറഞ്ഞാൽ നോൺ പോളറൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ഫ്ലൂയിഡ്സ് ആണ്. അതിന് എന്താണ് ഒരു പോൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് അബ്സോർബ് ചെയ്യില്ല, വാട്ടറിനെ അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കെറോസിൻ, പാരഫിൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ നോൺ പോളറൈസിങ് ലിക്വിഡ് യൂസ് ചെയ്താൽ നമുക്ക് ഒരിക്കലും പ്ലാസ്റ്റിസിറ്റി കിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഒരു പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ. അതിന് നമുക്ക് അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കൺസിസ്റ്റൻസി ലിമിറ്റ്. കൺസിസ്റ്റൻസി ലിമിറ്റ് ഓഫ് ഫൈൻ ഗ്രെയിൻ സോയിൽ എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ വിച്ച് ഇറ്റ് എക്സിസ്റ്റ്. ആ ഒരു സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റേറ്റിനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എക്സ്പ്രസ് ചെയ്യുന്നത്. കൺസിസ്റ്റൻസി സോയിൽ ഈസ് ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ വിച്ച് ഇറ്റ് എക്സിസ്റ്റ്. ആ ഒരു സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റേറ്റിനെ കാണിക്കുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. അതായത് ആ ഒരു ഫേംനെസ് ഓഫ് സോയിൽ, ആ ഒരു സോയിലിൻ്റെ ഡിഗ്രി ഓഫ് ഫേംനെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്റ്റിഫ്നെസ്, എത്രത്തോളം ഫേമാണ് ആ സോയിൽ, എത്രത്തോളം സ്റ്റിഫാണ് ആ സോയിൽ എന്ന് കാണിക്കുന്ന ഒരു ടേമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സോയിൽ സോഫ്റ്റ് സോയിലാണോ, ഫേം ആയിട്ടുള്ള സോയിലാണോ, അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള സോയിലാണോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ കൺസിസ്റ്റൻസി ലിമിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ സ്വീഡിഷ് എഞ്ചിനീയറായ അറ്റർബർഗ് ആണ് ഇങ്ങനെ ഒരു ഫൈൻ ഗ്രെയിൻ സോയിലിന് 4 സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അറ്റർബർഗ്സ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്, സയൻറ്റിസ്റ്റാണ് ഈ സോയിലിന് 4 ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്നത്. 4 ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 4 ഫിസിക്കൽ സ്റ്റേറ്റാണ് ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, സെമി സോളിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്. ഇത് 4 ഇതുണ്ടെന്ന് പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ 4 സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റർബർഗ്സ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ദ വാട്ടർ കണ്ടൻസ് അറ്റ് വിച്ച് ദ സോയിൽ ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഇതിപ്പോൾ ഓരോ സ്റ്റേറ്റ്, ഇപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കില്ല പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കില്ല സെമി സോളിഡ് സ്റ്റേറ്റിൽ, അതിനുണ്ടാകുന്ന വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കില്ല സോളിഡ് സ്റ്റേറ്റിൽ. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവുക ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതാണ് അത് ലിക്വിഡ് പോലെ ബിഹേവ് ചെയ്യുന്നത്. സോളിഡ് സ്റ്റേറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മാക്സിമം കുറഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് അല്ലെങ്കിൽ അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഈ വാട്ടർ കണ്ടൻറ്റിനെ കൊണ്ട് മാത്രം നമുക്കൊരു സോയിലിൻ്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സെയിം വാട്ടർ കണ്ടൻറ്റ് ആണെങ്കിലും ചില സോയിൽ റിലേറ്റീവ്ലി സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ ചിലത് എന്ന് പറഞ്ഞാൽ ഹാർഡായിരിക്കും. അപ്പോൾ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആണോ ഹാർഡാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കേസിലാണ് ഇത്തരത്തിലുള്ള കൺസിസ്റ്റൻസി ലിമിറ്റ്സിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഫൈൻ ഗ്രെയിൻ സോയിൽ. ഫൈൻ ഗ്രെയിൻ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് ഈ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ സോയിലിന് ഇപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ് സോയിലെങ്കിൽ അതിന് ഹൈ വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കും, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡ് സ്റ്റേറ്റിലാവുന്ന സമയത്ത് അത് നോ ഷിയറിംഗ് റെസിസ്റ്റൻസ് ആയിരിക്കും. നമുക്കറിയാം ഒരു ഫ്ലൂയിഡിന് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ല, നമ്മൾ ആ ഫ്ലൂയിഡിന് ഏത് ഷിയറിംഗ് ഫോഴ്സ് കൊടുത്താലും അത് അതിനനുസരിച്ച് ഡീഫോം ചെയ്യും, അതിന് ഷിയറിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിന് നോ ഷിയറിംഗ് റെസിസ്റ്റൻസ് ആണ്. ഇറ്റ് ക്യാൻ ഫ്ലോ ലൈക്ക് ലിക്വിഡ്, അതിന് ലിക്വിഡ് പോലെ ഫ്ലോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷിയർ ഡീഫോർമേഷൻ റെസിസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാം ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 0 ആണെന്ന് പറയാം. പിന്നെ അതിനനുസരിച്ച് വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്തതിനനുസരിച്ച് വാട്ടർ കണ്ടൻറ്റ് നമ്മൾ കുറച്ച് വരികയാണെങ്കിൽ സോയിൽ കുറച്ചുകൂടി സ്റ്റിഫായി മാറും. അങ്ങനെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ അത് കുറച്ചുകൂടി സ്റ്റിഫായി മാറും. അപ്പോൾ അതിന് കുറച്ചൊരു ഷിയർ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെയും നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ സെമി സോളിഡ് സ്റ്റേറ്റിലേക്കോ അതിനനുസരിച്ച് അതിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കൂടും. പിന്നെയും വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് സോളിഡ് സ്റ്റേറ്റിലേക്കോ അതിനനുസരിച്ച് അതിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഷിയർ റെസിസ്റ്റൻസും കൂടും. അപ്പോൾ നമുക്കിതൊരു ഗ്രാഫിക്കലി നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ അട്രിബ്യൂട്ട് ലിമിറ്റ്സ് കാണിക്കാനുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ കാണിക്കുന്നത് വാട്ടർ കണ്ടൻറ്റാണ്. വാട്ടർ കണ്ടൻറ്റാണ് ഇവിടെ വേരി ചെയ്യുന്നത്. വൈ ആക്സിസിൽ എടുക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കണം. വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് വോളിയാണ്. അപ്പോൾ ആസ് വാട്ടർ കണ്ടൻറ്റ് ഡിക്രീസസ് വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ വോളിയം, അതാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ കാണിക്കാൻ പോകുന്നത്. വാട്ടർ കണ്ടൻറ്റ് മാറുന്നതിനനുസരിച്ച് എന്ത് ചേഞ്ചാണ് എൻ്റെ വോളിയത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നുണ്ടാവുക. വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ വോളിയം, നമ്മുടെ സോയിലിൻ്റെ വോളിയം കുറഞ്ഞ് വരും. അതിനുശേഷം ഒരു ലിമിറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് വോളിയത്തിനൊരു ചേഞ്ച് വരില്ല, വോളിയം എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ഒരു ഗ്രാഫ് വരുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് നമുക്ക് ഇനി ഡിഫറെൻറ്റ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് കാണിക്കാം ഇതിൽ. അപ്പോൾ അതിൽ ഏറ്റവും ഇവിടെയുള്ള ആദ്യം ഏറ്റവും വാട്ടർ കണ്ടൻറ്റ് കൂടിയ ഒരു ലിമിറ്റിന് ഞാൻ എന്ത് ചെയ്തു, ലിക്വിഡ് ലിമിറ്റിന് എഴുതി WL. W എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റാണ്. അതിനുശേഷം നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കുറച്ച് വന്നു കഴിഞ്ഞാൽ അത് എവിടേക്ക് എത്തും, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് എത്തും. അങ്ങനെ ഈ വയലറ്റ് കളറിൽ കാണിച്ചതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അതിനുശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ ഇത് കുറച്ച് വന്നു കഴിഞ്ഞാൽ അത് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് എത്തും. സെമി സോളിഡ് കറസ്പോണ്ടിങ് ആയ വാട്ടർ കണ്ടൻറ്റാണ് WS എന്ന് പറയുന്നത്. SL എന്നാണ് അതിന് റെപ്രസെൻ്റ് ചെയ്യുക. ഷ്രിങ്കേജ് ലിമിറ്റ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതോരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഗ്രാഫ് കിട്ടുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് ലിമിറ്റിനെക്കാട്ടും കൂടുതലാണ് അതിലുള്ള വാട്ടർ കണ്ടൻറ്റെങ്കിൽ, അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും, ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി ഇൻ കേസ് നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ലിക്വിഡ് ലിമിറ്റിനെക്കാട്ടും കുറഞ്ഞ് പക്ഷേ പ്ലാസ്റ്റിക് ലിമിറ്റിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലായിരിക്കും. ഇനി പ്ലാസ്റ്റിക് ലിമിറ്റിനെക്കാട്ടും കുറഞ്ഞ് അതൊരു ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെയും ഇടയിലാണെങ്കിൽ അതിനെ നമുക്ക് സെമി സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ളതിന് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയാം. ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ലിക്വിഡ് സ്റ്റേറ്റ്. അതായത് ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് ഈ WL എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് നോക്കിയാൽ ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് നിന്നാണ് ലിക്വിഡ് എന്തെന്ന് മാറുക, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറും. ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ WL എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, അതാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് എവിടേക്ക് എത്തും, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ള സോയിൽ നമുക്ക് ഡീഫോം ചെയ്യാൻ പറ്റും.
നമുക്കതിന് ത്രെഡ് പോലെയൊക്കെ ആക്കാം അങ്ങനെ. പക്ഷെ അതിന് ക്രാക്കോ അല്ലെങ്കിൽ ഫ്രാക്ചറോ ഒന്നും വരാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കതിനെ ഡീഫോം ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റേറ്റാണ് ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് പിന്നെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അതിനൊരു എന്താ പറയുക ഇങ്ങനെ ഡീഫോം ചെയ്യാൻ പറ്റൂല. ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ ജസ്റ്റ് ഫെയിൽ ടു ബിഹേവ് പ്ലാസ്റ്റിക്കലി. വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ just fails to behave പ്ലാസ്റ്റിക്കലി. അതായത് ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ആ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ ഇത്രയും പോർഷനിൽ നമുക്കിതിനെ എന്താക്കാം, ഡീഫോം ചെയ്യാൻ പറ്റും. ഫ്രാക്ചർ ഒന്നും വരാണ്ട് നമുക്കിതിനെ ഡീഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡീഫോം ചെയ്യാൻ പറ്റും ഈ ഒരു ടൈമിലൊക്കെ. പക്ഷേ ഈ ഒരു വാട്ടർ കണ്ടൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ ഈ ഒരു വാട്ടർ കണ്ടൻറ്റിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് പ്ലാസ്റ്റിക്കലി ആയിരിക്കില്ല ആ സോയിൽ ബിഹേവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫെയിൽ ടു ബിഹേവ് പ്ലാസ്റ്റിക്കലി. ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ദി വാട്ടർ കണ്ടൻറ്റ് അറ്റ് സോയിൽ ബിക്കെയിം സെമി സോളിഡ് സ്റ്റേറ്റ്. അതായത് പ്ലാസ്റ്റിക് ലിമിറ്റിൽ നിന്ന് അതായത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് ആവുന്ന ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമുക്ക് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. അങ്ങനെ ഒരു ഡെഫിനിഷനും കൂടി നമുക്ക് പറയാൻ പറ്റും. വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ ബിക്കെയിം സെമി സോളിഡ് സ്റ്റേറ്റ്, അതിനെയാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയാം, സോയിൽ ജസ്റ്റ് ബിഹേവ് ടു പ്ലാസ്റ്റിക്കലി ബിഹേവ് ചെയ്യാത്ത ആ ഒരു വാട്ടർ കണ്ടൻറ്റ്, അതിനെ നമുക്ക് എന്ത് പറയാം, പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. അങ്ങനെ രണ്ട് ഡെഫിനേഷൻ നമുക്കിത് പറയാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അതിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് PI ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് PI. അതായത് ലിക്വിഡ് ലിമിറ്റിൻ്റെയും പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഇടയിലുള്ള ആ വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പിന്നെയും വെള്ളം കുറച്ചെന്ന് വയ്ക്കുക. ഇങ്ങനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലെത്തി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് ലിമിറ്റിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് ഡീഫോം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എവിടേക്ക് മാറി, സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറി. അങ്ങനെ സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ വെള്ളം കുറച്ച് വരികയാണ്. വാട്ടർ കണ്ടൻറ്റ് കുറച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വോളിയം ഡിക്രീസ് ആവില്ല, വോളിയം കോൺസ്റ്റൻ്റായി മാറും. ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ വെള്ളം കുറയ്ക്കുന്നതിനനുസരിച്ച്, ഇപ്പോൾ ലിക്വിഡ് ലിമിറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കുറയ്ക്കുന്നതിനനുസരിച്ച് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്കും സെമി സോളിഡ് സ്റ്റേറ്റിലേക്കും വരുന്നതിനനുസരിച്ച് അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. വോളിയം അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഷ്രിങ്ക് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോ ഷ്രിങ്കേജ് ആയിരിക്കും, ഷ്രിങ്കേജ് ലിമിറ്റാവും. ആ ഷ്രിങ്കേജ് ലിമിറ്റാവുന്ന വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റ് അല്ലെങ്കിൽ WS എന്ന് പറയുന്നത്. അപ്പോൾ WS എന്ന് പറഞ്ഞാൽ സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഷ്രിങ്കേജ് ലിമിറ്റ്. അപ്പോൾ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സെമി സോളിഡ് സ്റ്റേറ്റിൽ വോളിയം ഓഫ് ദി സോയിൽ ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ വാട്ടർ കണ്ടൻറ്റ് till a stage is reached when further reduction of water content does not cause any reduction in the volume of the soil. അങ്ങനെയാണെങ്കിൽ the soil is said to be reached സെമി സോളിഡ് സ്റ്റേറ്റ്. പിന്നെ റിഡക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അത് എത്തുന്ന സ്റ്റേറ്റാണ് ഏത്, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. റിഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് നെക്സ്റ്റ് അത് എത്തുന്ന സ്റ്റേജിനെയാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഷ്രിങ്കേജ് ലിമിറ്റിൽ ഈ ഒരു ലിമിറ്റിൽ നോട്ട് സാച്ചുറേറ്റഡ് ആയിരിക്കും. മറ്റേ ഷ്രിങ്കേജ് ലിമിറ്റ് സോയിൽ ഈസ് നോട്ട് ഫുള്ളി സാച്ചുറേറ്റഡ്. ഇവിടെ നോട്ട് സാച്ചുറേറ്റഡ് ആയിരിക്കും ഷ്രിങ്കേജ് ലിമിറ്റിൽ.
ശ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞ് വരുന്ന ഏത് വാട്ടർ കണ്ടൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ ഏത് ശ്രിങ്കേജ് ലിമിറ്റിന് ശേഷം ഏത് വാട്ടർ കണ്ടൻറ്റ് എടുത്താലും ആ സോയിൽ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആയിരിക്കും. പക്ഷേ ശ്രിങ്കേജ് ലിമിറ്റിൽ എന്തായിരിക്കില്ല, സോയിൽ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ശ്രിങ്കേജ് ലിമിറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ശ്രിങ്കേജ് ലിമിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ലോവസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. അപ്പോൾ സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആവുന്ന ലോവസ്റ്റ് വാട്ടർ കണ്ടൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒന്നും അതുവരെ എന്താണ് സോയിൽ എന്ന് പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കില്ല. ഇവിടെ ഒന്നും സോയിൽ എന്ന് പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കില്ല. ജസ്റ്റ് ശ്രിങ്കേജ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആവും. അതിനുശേഷം ഏത് വാട്ടർ കണ്ടൻ്റ് ആണെങ്കിലും അത് സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെന്ത് പറയാം? ലോവസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. സോയിൽ ഫുള്ളി സാച്ചുറേറ്റ് ആവുന്ന ലോവസ്റ്റ് വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ നോട്ട് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ഇത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ശ്രിങ്കേജ് ലിമിറ്റിൽ അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. പക്ഷേ ശ്രിങ്കേജ് ലിമിറ്റിന് ശേഷം വരുന്ന വാട്ടർ കണ്ടൻറ്റ്, അതായത് WSനേക്കാൾ കുറഞ്ഞായി വാട്ടർ കണ്ടൻറ്റ് വന്നതും നോട്ട് സാച്ചുറേറ്റഡ് ആണ്. ഇവിടെ ഈ ഒരു കേസിൽ നോട്ട് സാച്ചുറേറ്റഡ് ആണ്. പക്ഷേ ശ്രിങ്കേജ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് സാച്ചുറേറ്റഡ് ആണ്. പിന്നെ ശ്രിങ്കേജ് ലിമിറ്റിന് ശേഷം ഏത് വാട്ടർ കണ്ടൻറ്റ് ആണെങ്കിലും അത് സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ലോവസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് ആണ് ഫുള്ളി സാച്ചുറേറ്റഡ് ആവുന്നത്. പിന്നെ ശ്രിങ്കേജ് ലിമിറ്റിന് നമുക്ക് എങ്ങനെ പറയാം? വേറൊരു ഡെഫിനേഷൻ ശ്രിങ്കേജ് ലിമിറ്റിന് പറയുകയാണെങ്കിൽ, ശ്രിങ്കേജ് ലിമിറ്റ് ഈസ് ദ വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ സ്റ്റോപ്സ് ഷ്രിങ്കിങ് ആൻഡ് അറ്റൈൻ എ കോൺസ്റ്റൻറ്റ് വോളിയം. ഈ ശ്രിങ്കേജ് ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, ശ്രിങ്കേജ് ലിമിറ്റ് ഈസ് ദ വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ സ്റ്റോപ്സ് ഷ്രിങ്കിങ്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റിഡക്ഷനിൽ വോളിയം ഉണ്ടാവില്ല, അത് ഷ്രിങ്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ദെൻ ഇറ്റ് അറ്റൈൻസ് എ കോൺസ്റ്റൻറ്റ് വോളിയം, ഒരു കോൺസ്റ്റൻറ്റ് വോളിയം അറ്റൈൻ ചെയ്യും. ആ ഒരു വാട്ടർ കണ്ടൻറ്റ് നമുക്ക് എന്താ പറയുക? ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയാം. അപ്പോൾ ശ്രിങ്കേജ് ലിമിറ്റ് നമ്മൾ 2 ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ എക്സ് ആക്സിസിൽ വാട്ടർ കണ്ടൻറ്റും വൈ ആക്സിസിൽ വോളിയം ആണ്. വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു വരുന്നതനുസരിച്ച് വോളിയം റെഡ്യൂസ് ചെയ്ത് വരും. ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാട്ടർ കണ്ടൻറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാട്ടർ കണ്ടൻറ്റ് കുറച്ചാൽ വോളിയം കുറയില്ല, വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് കിട്ടുക. അപ്പോൾ അതിനെ വാട്ടർ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ട് ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, സെമി സോളിഡ് സ്റ്റേറ്റ് എന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ലിക്വിഡ് ലിമിറ്റ് എന്താ, പ്ലാസ്റ്റിക് ലിമിറ്റ് എന്താ, ശ്രിങ്കേജ് ലിമിറ്റ് എന്താണെന്ന് അറിയണം. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്ന ഭാഗത്ത് വരുന്നത്.